സ്വാഗതം. തുളസിയില വെച്ച് ഞാൻ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ തുളസി കാണിച്ചാലും മതി. ഈ തുളസി വെച്ച് നമ്മൾ ഒരു കൈ നിറയെ വേണം. ഈ തുളസിയിൽ കുറച്ച് ഇലയും കൂടെ വേണം. നമുക്ക് ഐറ്റം ഉണ്ടാക്കാൻ പോവാം. ഇത് ഒരു പിടി തുളസി, ഇത് PS സോപ്പ്. ഈ രണ്ട് ഐറ്റം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ PS സോപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി PS സോപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് PS സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കണം. തുളസി മിക്സിയിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഞാൻ വരാം. ഇത് അരച്ച് ഞാൻ കൊണ്ടുവരാം. ഒരു അല്പം വെള്ളം ചേർത്ത് അരച്ചുകൊണ്ട് വരാം. ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ചൂടാക്കി എടുത്തിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇത്രയും തുളസി നീരാണ് നമുക്ക് കിട്ടിയത്. ഇതിന് നമുക്ക് മൊത്തം തുളസി നീര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സമയം തിളയ്ക്കണ്ട. ഇവിടെ വീട്ടിലുള്ള കുറച്ച് ബൗളുകളാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഇത് ഒഴിക്കാം. ശകലം വെളിച്ചെണ്ണ ഈ ബൗളിൽ തേച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിക്കും. ഒരു PS സോപ്പ് കൊണ്ട് നമുക്ക് 3 ഉണ്ടാക്കാം. കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:30 നാളെയാണ് ഇത് സെറ്റ് ആവുന്നത്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ വെച്ച സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ആകുമ്പോൾ നോക്കാം. ഇത് നമുക്ക് തട്ടി നോക്കാം. തട്ടി വീണില്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. സെറ്റായെന്ന് തോന്നുന്നു. കൈയോടെ എടുത്ത് കാണിച്ചു. സോപ്പ് കട്ടിയായി. തേക്കാൻ കൊള്ളാം. കണ്ട കട്ടിയുണ്ട്. നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ മായം ഒന്നും ചേർക്കുന്നില്ല. തുളസിയും PS സോപ്പും മാത്രം മതി. സൂപ്പർ. നമുക്ക് ഇത് പതയൊന്ന് നോക്കിയാലോ. കണ്ടോ ഇതിൻ്റെ പത? നല്ല മണമുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് തുളസിയില വെച്ചുണ്ടാക്കാം, വേപ്പില വെച്ചുണ്ടാക്കാം, എല്ലാം വെച്ചുണ്ടാക്കാം. ഏതാ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടെ അമർത്തണം. ഞാൻ ടീച്ചറിനും കൂടെ കൊടുക്കും.